Section 2 Galois theory. Fundamental theorem of Galois theory. ഈ ഫണ്ടമെൻ്റൽ തിയറമോ ഗാൽവ തിയറിക്കകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയുമോ? ഈ ഒരു ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഇ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ സബ് ഫീൽഡ്സ് നോക്കും. അപ്പം അതും പിന്നെ ഇതിൻ്റെ നമ്മുടെ ഇയിൽ നിന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമോർഫിസത്തിൻ്റെ ആ ഗ്രൂപ്പ് നോക്കും. ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആ റിലേഷനാണ് നമ്മളിതിനകത്ത് കണ്ടെത്താനായിട്ട് പോകുന്നത്. Definition: let capital E be an extension field of the field F. An automorphism of E is a ring isomorphism from E on to E. E എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ദി ഫീൽഡ് എഫ് ആണ്. ഓട്ടോമോർഫിസം ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റിംഗ് ഐസോമോർഫിസം, ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഒരു റിംഗ് ഐസോമോർഫിസം ആണ്. ദ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം. ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓഫ് ഇ ആണ് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ദാറ്റ് ടേക്ക് എവരി എലമെൻറ്റ് ഓഫ് എഫ് ടു ഇറ്റ്സ്. എഫിലെ എല്ലാ എലമെൻസിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഓട്ടോമോർഫിസംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇഫ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ബൈ എഫ്, ദ സെറ്റ് ഇ എച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ ഫൈ എലമെൻറ്റ് ഓഫ് എച്ച്. ഇ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ അതിനകത്ത് വരുന്നത്? ഇ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിലുള്ള എല്ലാവരെയും എക്സിലുള്ള എലമെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. സച്ച് ദാറ്റ് ഈ ക്യാപിറ്റൽ എച്ചിലുള്ള എല്ലാവരും എക്സിനെ എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇ എച്ചിനകത്ത് വരുന്നത്. അതിനെ ഫിക്സഡ് ഫീൽഡ് എന്നാണ് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, എച്ച് ഫിക്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്, ഇ എച്ചിനകത്ത് വരുന്നത്. ഫിക്സഡ് ഫീൽഡിനകത്ത് വരുന്നവർ എച്ച് ഫിക്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഫിക്സഡ് ഫീൽഡിനകത്ത് വരുന്നത്. ലെറ്റ് ക്യാപിറ്റൽ ബി ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ഫീൽഡ് ഓഫ് ക്യൂ ആണ്. ഷോ ദാറ്റ് എനി ഓട്ടോമോർഫിസം ഓഫ് ഇ ആക്ട്സ് ആസ് ഐഡൻറ്റിറ്റി ഓൺ ക്യൂ. ഓക്കെ, ഇ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ്. എനി ഓട്ടോമോർഫിസം ഓഫ് ഇ എന്ന് പറയുന്നത് ആക്ട്സ് ആസ് ഐഡൻറ്റിറ്റി ഓൺ ക്യൂ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. We have phi of 1 is equal to 1. Thus phi of n is equal to, phi of 1 എന്താ, 1 തന്നെയാണ്. എല്ലാ ഓട്ടോമോർഫിസവും ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യും. phi of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ phi of അതിനെ 1 + 1 + എക്സെട്ര + 1 n ടൈംസ് എഴുതുന്നു. ഈക്വൽ ടു phi of 1 + എക്സെട്ര + phi of 1 എന്ന് എഴുതും. ഈക്വൽ ടു n × phi of 1 എന്ന് എഴുതും. n × phi of 1 n ആണ്. ഓൾസോ 1 is equal to phi of 1 ഈക്വൽ ടു phi of n × n ഇൻവേഴ്സ് ഈക്വൽ ടു phi of n × phi of 1/n ഈക്വൽ ടു phi of n എന്ന് പറഞ്ഞാൽ n തന്നെയാണ്, n × phi of 1/n. അതായത് phi of 1/n എന്ന് പറയുന്നത് 1/n എന്ന് കിട്ടും. എക്സാമ്പിൾ: കൺസിഡർ ദി എക്സ്റ്റൻഷൻ q of root 2 of q. Let f is equal to q, e is equal to q of root 2. q of root 2 കൺസിഡർ. എഫ് എന്ന് പറയുന്ന q, എഫ് എന്ന് പറയുന്ന q, e എന്ന് പറയുന്ന q of root 2 ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ബൈ എഫ്. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ബൈ എഫ് നമുക്ക് കണ്ടുപിടിക്കണം. സിൻസ് q of root 2 is equal to a plus b root 2. q of root 2 എന്ന് പറയുന്നത് a plus b root 2 ആണല്ലോ, എ ബി എലമെൻറ്റ് ഓഫ് q. ആൻഡ് എനി ഓട്ടോമോർഫിസം ഓഫ് എ ഫീൽഡ് കണ്ടെയ്നിങ് q മസ്റ്റ് ആക്ട് ആസ് ദി ഐഡൻറ്റിറ്റി ഓൺ q. നമ്മൾ ഗാൽവ ഗ്രൂപ്പ് ഇ ബൈ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിനെ ഫിക്സ് ചെയ്യുന്ന ആളുകളാണ്. ഇയിൽ നിന്നും ഇയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞാൽ ഐസോമോർഫിസം ആണ്. ആ സെറ്റിൽ നിന്ന് അതിലേക്ക് തന്നെ ഉള്ളത് ആകുമ്പോഴാണ് നമ്മളതിനെ ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇയിൽ നിന്ന് ഇയിലേക്കുള്ളതാണ് എഫിനെ ഫിക്സ് ചെയ്യണം. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ആണ്, ക്യൂവിനെ ഫിക്സ് ചെയ്യുന്നതാണ്. q of root 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus b root 2 such that a b element of q and any automorphism of a field containing q must act as the identity on q. Any automorphism phi of q of root 2 is completely determined by phi of root 2. q of root 2, any automorphism phi of q of root 2 is completely determined by phi of root 2. അപ്പം ഇതെന്താണെന്നറിയോ, നമുക്ക് ഈ എഫ് ക്യൂവിലുള്ള എല്ലാവരുടെ ഇമേജ് ക്യൂ തന്നെയാണ്. കാരണം ഗാൽവ ഗ്രൂപ്പ് ഇ ബൈ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിലുള്ളവരെ ഫിക്സ് ചെയ്യണമെന്നല്ലേ. അപ്പം ക്യൂവിലുള്ള എല്ലാവരുടെ ഇമേജ് അത് തന്നെ. q of root 2ലേക്ക് വരുമ്പോൾ പിന്നെ റൂട്ട് 2 കൂടാണ് എക്സ്ട്രാ വരുന്നത്. റൂട്ട് 2 അതിൻ്റെ മൾട്ടിപ്പിൾസും അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസുമാണ് വരുന്നത്. അപ്പോൾ റൂട്ട് 2ൻ്റെ ഇമേജ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോമോർഫിസം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും.
അപ്പോൾ 2 = 5 ആണ്. കാരണം 2 എവിടെ ഉള്ളതാണ്? ക്യൂവിലുള്ളതാണ്. ക്യൂവിലുള്ളവരെല്ലാം 5 ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 √ √2 എന്ന് എഴുതാം. ഓട്ടോമോർസ് ആയതുകൊണ്ട് തന്നെ 5 √ 5 √ എന്ന് എഴുതാം. = 5 √2 സ്ക്വയർ എന്ന് എഴുതാം. Therefore 5 of √2 is equal to plus or minus √2. Therefore the group Galois group of Q of √2 over Q has two elements, the identity mapping and the mapping sense a plus b √2 to a minus b √2. ഗാൽവ ഗ്രൂപ്പ് Q of √2 over Q എന്ന് അപ്പോൾ 5 of √2ൻ്റെ ഇമേജസ് എന്തൊക്കെയാണ്? √2 മൈനസ് √2 അല്ലേ? അപ്പോൾ 5 of √2 എന്ന് പറയുന്നത് ഒന്നുകിൽ √2 ആകാം അല്ലെങ്കിൽ മൈനസ് √2 ആകാം. 5 of √2 എന്ന് പറയുന്നത് ഒരേ സമയം ഒരു